IT മേഖലയിൽ കേരളത്തിന്റെ പ്രതീക്ഷകൾക്ക് ചിറക് നൽകി കൊച്ചി സ്മാർട്ട് സിറ്റി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാടിനായി സമർപ്പിച്ചിരിക്കുന്നു. ദുബായ് ക്യാബിനറ്റ് കാര്യമന്ത്രി മുഹമ്മദ് അൽ ഗർഗാവി ചടങ്ങിൽ മുഖ്യാതിഥിയായി. രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. Smart City Phase 1, Dubai Holdings and Government of Kerala have inaugurated. In 36 months, hopefully, we will be able to do the next inauguration of Phase 2. All Lord's blessings be with us. യുടെ ആദ്യഘട്ടം പൂർത്തീകരിക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ആദരിക്കുകയാണ് ചടങ്ങിൽ. ഇപ്പോൾ 12 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കേരളത്തിന് സ്മാർട്ട് സിറ്റി സ്വന്തമാകുന്നത്. ലോക IT ഭൂപടത്തിൽ കൊച്ചി ഇനി സ്മാർട്ട് കൊച്ചിയാവുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാക്കനാട്ടെ പദ്ധതി പ്രദേശത്ത് അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. വികസന മുന്നേറ്റത്തിൽ കേരളത്തിന്റെ അഭിമാന സ്തംഭമായ കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ ആദ്യ കെട്ടിടമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാടിനായി സമർപ്പിച്ചിരിക്കുന്നത്. 246 ഏക്കർ വരുന്ന സ്മാർട്ട് സിറ്റി പ്രദേശത്ത് ഒന്നാം ഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 6 ലക്ഷം ചതുരശ്ര അടിയിലുള്ള IT ടവർ ഉൾപ്പെടുന്ന കെട്ടിടമാണ് നാടിനായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും നിർവഹിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. Phase 2 ഉദ്ഘാടനം ലോഞ്ചാണ് നമ്മൾ നടത്താൻ പോകുന്നത്. വളരെ സ്പെഷ്യലായ ഒരു ഡിജിറ്റൽ ലോഞ്ച് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. Are the gentlemen ready on stage? Ladies and gentlemen, Smart City Kochi Phase 2 ഒഫീഷ്യൽ ഉദ്ഘാടനമാണ്. I request our guests to please put your hands on the handstand. There you go, ladies and gentlemen. The official launch of Phase 2 Smart City Kochi. Thank you very much. Phase 2 ഉദ്ഘാടനമാണ് ഈ വേദിയിൽ നടന്നത്. Phase 2 comprises of 6 co-developers who will build their projects on a built-up area of 4 million square feet. The second phase is estimated to generate employment of an additional 60,000 jobs. സിറ്റിയുടെ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചിരിക്കുന്നു. ആദ്യഘട്ടം അല്പസമയം മുമ്പാണ് നാടിനായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമർപ്പിച്ചത്. രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും കഴിഞ്ഞ് അതിഥികൾ വേദിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. സ്മാർട്ട് സിറ്റിയുടെ തുടക്കത്തിൽ തന്നെ അതിന്റെ ഭാഗമാകുന്ന 27 കമ്പനികളുടെ പേരുകളും ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഒന്നാം ഘട്ടത്തിലെ കമ്പനികൾ പൂർണ്ണമായും പ്രവർത്തനം തുടങ്ങുന്നതോടെ 5000-ൽ പരം പേർക്ക് ആദ്യഘട്ടത്തിൽ ജോലി ലഭിക്കുമ്പോൾ MA യൂസഫ് അലി ചടങ്ങിനെ അഭിസംബോധന ചെയ്യും. Honorable Chief Minister Sri Ummanchandi Ji, His Excellency Muhammad Al Gargawi, UAE Minister for Cabinet Affairs and Chairman Dubai Holdings, my friend Mr. Rajiv Pradab Rudi, Honorable Union Minister for Skill Development and Entrepreneurship, Honorable Minister Mr. P.K. Kunyalikutti Sahib, His Excellency Ahmad bin Bayat, Excellency Abdul Rahman Al Banna, UAE Ambassador, and my friend, my brother Jabar bin Hafid, and my friend Abdul Latif Al Mulla, and Baju and IT Secretary, Chief Secretary, members of Legislative Assembly, members of Parliament, a lot of dignitaries here, honorable ministers here, my friends, brothers and sisters.
ഏതായാലും 12 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന് സ്മാർട്ട് സിറ്റി സ്വന്തമായിരിക്കുന്നു. ലോക IT ഭൂപടത്തിൽ കൊച്ചി ഇനി സ്മാർട്ട് കൊച്ചിയാണ്. കാക്കനാട്ടെ പദ്ധതി പ്രദേശത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ടം നാടിനായി സമർപ്പിച്ചിരിക്കുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും സനൂപ് ശശിധരൻ ചേരുന്നു. സനൂപ്, എത്ര പൊലിമയോടുകൂടിയായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ? ഗംഭീരമായ എന്ന് പറയണം. ഡിജിറ്റൽ ആയാണ് പല ഉദ്ഘാടന ചടങ്ങുകളും നടന്നത്. സാധാരണ കാണുന്ന പോലെ ആയിരുന്നില്ല. രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഇവിടെ നടന്നത്. വലിയ വീഡിയോ ബോളിൽ ഡിജിറ്റലായി കൊച്ചി ഇരിക്കുന്ന ബട്ടണിൽ ഡിജിറ്റൽ ടച്ച് സ്ക്രീനിലായിരുന്നു രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നടന്നത്. അതിനു മുമ്പായി ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി പ്രതിനിധികളും ടീകോമിന്റെ പ്രതിനിധികളും ദുബായ് സർക്കാരിന്റെ പ്രതിനിധികളും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരുമിച്ചാണ് ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനുശേഷം രണ്ടാം ഘട്ടത്തിലെ ബിൽഡർമാരുടെ രണ്ടാം ഘട്ടത്തിൽ വികസിപ്പിക്കുന്ന കെട്ടിടങ്ങളുടെ അതിലെ നിർമ്മാതാക്കളുടെ നടത്തിപ്പുകാരുടെ ആദരിച്ചു. അതിനുശേഷമാണ് രണ്ടാം ഘട്ടത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നടത്തിയത്. IT മന്ത്രി രാജീവ് പ്രതാപ് കൂടി അടക്കമുള്ളവർ ചേർന്നാണ് ഡിജിറ്റലായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ ഇത് ആദ്യമായിരിക്കാം ഇത്തരത്തിൽ ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇന്ന് പ്രവർത്തനോദ്ഘാടനം നടന്ന ആദ്യഘട്ടത്തിൽ 6.5 ലക്ഷം ചതുരശ്ര അടിയിലാണ് IT കെട്ടിടം ഉള്ളത് എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അത് 47 ലക്ഷം ചതുരശ്ര അടിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ IT ടവർ രണ്ടാം ഘട്ടത്തിൽ സ്മാർട്ട് സിറ്റിയിൽ വരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 6 ബിൽഡർമാരാണ് രണ്ടാം ഘട്ടത്തിൽ ഉള്ളത്. ഇന്റർനാഷണൽ സ്കൂളായ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഹോളിഡേ ഗ്രൂപ്പിന്റെ അടക്കം 6 പേരാണ് രണ്ടാം ഘട്ടത്തിൽ വരുന്നത്. റെസിഡ് ഗ്രൂപ്പ് അടക്കമുള്ളവർ രണ്ടാം ഘട്ടത്തിൽ ഇവിടെ IT കെട്ടിടങ്ങൾ നിർമ്മിക്കും. ആദ്യഘട്ടത്തിൽ 27 കമ്പനികളാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ ഒന്നാം ഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന 27 കമ്പനികൾ ആരൊക്കെയാണ് എന്ന കാര്യം ഇതുവരെയും സ്മാർട്ട് സിറ്റി അധികൃതർ പുറത്തുവിട്ടില്ല. ഇന്നത്തെ വേദിയിൽ അത് പ്രഖ്യാപിക്കുകയേ ഉള്ളൂ. 27 പേരാണ് ആദ്യഘട്ടത്തിൽ 27 കമ്പനികളാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 3-4 മാസം കൊണ്ടാണ് അതിന്റെ പ്രവർത്തനം സജ്ജമാകും. ഇന്ന് പ്രവർത്തനോദ്ഘാടനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് വലിയ പ്രതിഷേധം നടക്കുമ്പോഴാണ് സ്മാർട്ട് സിറ്റി ക്യാമ്പസിനകത്ത് ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നതെന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. നിർമ്മാണം പൂർത്തിയായി പ്രവർത്തന സജ്ജമാകുന്നതിന് മുമ്പ് തന്നെ നിർമ്മാണോദ്ഘാടനം നടത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കണ്ടാണ് എന്നാണ് പുറത്ത് പ്രതിഷേധിക്കുന്ന സംഘടനകൾ ഇടതുപക്ഷം ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ചടങ്ങിൽ പങ്കെടുക്കേണ്ട VS അച്യുതാനന്ദൻ ചടങ്ങിൽ നിന്ന് വിട്ടുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിന്റെ കരാർ ഒപ്പിട്ട ഇടതു സർക്കാരിന്റെ കാലത്തായിരുന്നു. പക്ഷേ അതേക്കുറിച്ചൊന്നും ആരും തന്നെ സൗരപ്രസംഗം നടത്തിയ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ അതിപ്രസംഗം നടത്തിയ വ്യവസായ മന്ത്രിയോ തന്നെ അത്തരം കാര്യങ്ങളൊന്നും പറയാതെ UDF സർക്കാരായിരുന്നു ഇത് തുടക്കം കുറിച്ചെന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് എന്നും എടുത്തു പറയുന്നതാണ്. പുറത്ത് പ്രതിഷേധം നടക്കുമ്പോൾ തന്നെയാണ് അകത്ത് ഇടതു സർക്കാരിന്റെ കാലത്താണ് കരാർ ഒപ്പിട്ടത് എന്ന കാര്യം വലിയ തോതിൽ പരാമർശിക്കാതെ പോയത് എന്നത് എടുത്തു പറയുന്നതാണ്. ഏതായാലും കേരളം ഇന്ത്യയുടെ തന്നെ IT ഹബ്ബായി മാറാൻ സ്മാർട്ട് സിറ്റി പദ്ധതി സഹായകമാകും എന്ന തരത്തിൽ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ തന്നെയായിരുന്നു ഇവിടെ സ്വാഗത പ്രസംഗത്തിലും ഒപ്പം തന്നെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്മാർട്ട് സിറ്റി ഡയറക്ടർ ബോർഡിലെ പ്രത്യേക സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 6.5 ലക്ഷം ചതുരശ്ര അടിയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയായത്. ഇതിൽ 1 ലക്ഷം ചതുരശ്ര അടി ഭാഗം മാത്രമാണ് ഇനി കമ്പനികൾക്കായി നൽകാനുള്ളത്. ബാക്കിയെല്ലാം കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾ കാക്കനാട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സ്മാർട്ട് സിറ്റി ഡയറക്ടർ ബോർഡിലെ പ്രത്യേക ക്ഷണിതാവ് MA യൂസഫ് അലിയാണ് ഇപ്പോൾ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുന്നത്. തത്സമയം നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് യുവാക്കൾക്ക് എന്താണ് ആശ്രയമെന്ന്? ഇതുമാതിരിയുള്ള പ്രൊജക്റ്റ് നമ്മുടെ കേരളത്തിൽ വന്നാൽ മാത്രമേ നമ്മുടെ ഭാവി തലമുറ ഭാസുരമാകൂ, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ജോലി കിട്ടാൻ സാധിക്കുകയുള്ളൂ. ഗൾഫിലും മറ്റ് ലോകത്തിൻ്റെ എമ്പാടുമുള്ള നമ്മുടെ യുവാക്കൾക്ക് അതേ ശമ്പളത്തിൽ ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുക എന്നത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ്, മാതാപിതാക്കളുടെ ആവശ്യമാണ്. അതുപോലെ ഗ്രാൻഡ് ഫാദേഴ്സ് ആൻഡ് ഗ്രാൻഡ് മദേഴ്സ് അവരുടെ ആവശ്യമാണ്. ആയതുകൊണ്ട് ഇങ്ങനത്തെ ഇനിയും പ്രൊജക്റ്റുകൾ ഉണ്ടാവട്ടെ എന്നും അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന സഹായം ഈ ഗവൺമെൻറ്റിനും അടുത്ത ഗവൺമെൻറ്റിനും
എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഉണ്ടാകുമെന്നുകൂടി വാഗ്ദത്തം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്. Thank you so much to Padma Shri Yusuf Ali sir for being that person, the bridge between these two wonderful countries. Before we move on to 12 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന് സ്മാർട്ട് സിറ്റി സ്വന്തമായിരിക്കുന്നു. ലോക IT ഭൂപടത്തിൽ കൊച്ചി ഇനി സ്മാർട്ട് കൊച്ചിയാണെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കാക്കനാട്ടെ പദ്ധതി പ്രദേശത്ത് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഓഡിയോ വിഷ്വൽ വരുമ്പോൾ മാത്രം പ്ലീസ്. അതുപോലെ ഈ സൈഡിലും all the gentlemen, there are so many chairs. If you can find yourself a chair, that will be fab. Thank you. Let's give them a loud round of applause for being very, very cooperative with us. Thank you very much. Well, ladies and gentlemen, ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. About the wonderful relationship that these two countries have fostered and come together in the name of Smart City Kochi. I request you to kindly keep your eyes focused on the AV, so it will tell you more about how this amazing relationship has been fostered to realizing this dream today. Please have a look. Trust, etched in the sands of time, an enriching legacy of progress and prosperity, written across decades and centuries. The histories of Kerala and Dubai are intertwined and inseparable. Trade between the two regions began centuries back, but when the visionary His Highness Sheikh Mohammed bin Rashid Al Maktoum, Prime Minister and Vice President of UAE and ruler of Dubai, envisioned Dubai as a global city of infrastructure and opportunities abound, people from Kerala came in to help actualize this grand vision. Dubai now is a global hub. About 40% of its workforce comes from the landscapes of Kerala. As they helped build Dubai's success story, Kerala's economy also grew rapidly, leading to remarkable progress. Today is a new milestone that celebrates this relationship. Powered by the vision of His Highness Sheikh Mohammed bin Rashid Al Maktoum, the expertise of Dubai Holdings and the determination of the government of Kerala, Kochi is the first Indian city to be a part of the global Smart City network. The success models of smart cities in Dubai and Malta. Smart City Kochi will be built on the principles of work, learn, live and play. Developing a truly self-sustained knowledge cluster for its over 150,000 knowledge professionals. You wake up, exercise at the gym, or at the over 196 acres of open parks. Drive 10 minutes to work while your children go to a world-class school 5 minutes away. You get home early as work is a few minutes away and have malls, theaters, and other entertainment avenues that keep you entertained. Smart City Kochi epitomizes the quality of life, thus increasing productivity and creating successful businesses. In addition, it is the first city with a digital master plan, digitally integrated between people and devices, smart security and safety, smart energy management, smart lifestyle, smart transportation and smart parking, smart waste management, environmental care and protecting the good earth, smart healthcare, rapid actions integrated with city hospitals, doctors and traffic police in an emergency, and the state-of-the-art City Command Control Center. Empowering the knowledge
knowledge professionals by providing actionable dashboards on their fingertips, advanced information on emergencies, traffic planning, weather planning, indoor climate control, cloud shared services. In addition, Smart City Digital Footprint is a future-proof design, even incorporating technology such as Internet of Things and robotics. Smart City Kochi will channel ambition, acumen, and the value of a balanced life to put Kochi on the world map as it draws talent and businesses. It's time to usher in a glorious new chapter of Kerala and Dubai's friendship. As His Highness Sheikh Mohammed bin Rashid Al Maktoum, Prime Minister and Vice President of UAE and ruler of Dubai and Government of Kerala. വിഭാവനം ചെയ്യുന്ന കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പൂർണ്ണമായ ദൃശ്യവൽക്കരണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങുകൾ കൊച്ചി കാക്കനാട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.